സതീഷ് കാവനാട്, സ്വാഗതം ആശംസിച്ച ഇന്ദ്രജിത്ത്, നമ്മുടെ പവൻ സ്റ്റഡി സെന്റർ എല്ലാമെല്ലാമായ സജീവ്, റിപ്പോർട്ട് അവതരിപ്പിച്ച് നിങ്ങളോട് സംസാരിച്ച സജീവ്, വേദിയിലും സദസ്സിലുമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വീട് കിട്ടിയ സൗഭാഗ്യമാണ് ഈ വർഷത്തെ വിസ്മയ 2025 ഉദ്ഘാടകൻ എന്ന ഒരു നാമധേയം. എല്ലാ വർഷങ്ങളിലും വിസ്മയ ഫെസ്റ്റിന് എത്താൻ ശ്രമിക്കാറുണ്ട്. വരാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം വരികയും നല്ല നിറഞ്ഞ സദസ്സും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ കൂട്ടായ്മയുടെ ഭാഗമായി പവൻസ് അതിൻ്റെ 15ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അർപ്പിക്കുന്ന അർപ്പണ മനോഭാവമാണ് ഇത്തരത്തിലുള്ള സമാന്തര വിദ്യാഭ്യാസ മേഖലകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇന്ദ്രജിത്ത് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഇവിടെ പഠിപ്പിച്ച് ഇവിടുന്ന് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാവി തലമുറയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു മക്കൾ. ആ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് സജീവും സതീഷും അടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തൊരുമയോടുകൂടി ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. സജീവ് നിങ്ങളോട് 2 കാര്യങ്ങൾ പറയുകയും ചെയ്തു. കാരണം അത് സജീവ് ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് നൽകിയ ഒരു സൂചനയാണ്. കാരണം അടുത്ത വർഷം എൻ്റെ സ്ഥാപനം ഒന്ന് വികസിപ്പിക്കണം, ഒരു ലാബ് സെറ്റ് ചെയ്യണം. അതിന് സജീവോ സതീഷോ ഇവിടുത്തെ അധ്യാപകരോ മാത്രം വിചാരിച്ചാൽ ആ പരിപാടി പൂർണ്ണമാകില്ല. ഇവിടെ ഇരിക്കുന്ന വരും തലമുറയിലെ രക്ഷകർത്താക്കളും കൂടി സഹകരിക്കണമെന്ന് നിങ്ങൾക്കൊരു വളഞ്ഞ വഴിയിലൂടെ ഒരു നിർദ്ദേശം നൽകിയതാണ്. അത് ഇവിടുത്തെ രക്ഷകർത്താക്കളെല്ലാം തന്നെ ശിരസാ വഹിക്കുമെന്നും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും എനിക്ക് ഈ കഴിഞ്ഞ 15 വർഷത്തെ ഇവിടുത്തെ പ്രയത്നം കൊണ്ട് മനസ്സിലായിട്ടുള്ളതാണ്. റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു. 20 പേർക്ക് ഫുൾ A+, +2-ന് 3 പേർക്ക് ഫുൾ A+. ഇതൊക്കെ വളരെ സന്തോഷകരമാണ്. ഇവിടെ എല്ലാ വർഷവും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, എല്ലാ വർഷവും സജീവന്റെ സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പറയുന്നത് കേൾക്കാം. അത് സ്കൂൾ ഓപ്പണിംഗ് ആയിക്കഴിഞ്ഞാൽ ആ സ്പോക്കൺ ഇംഗ്ലീഷ് തീർന്നു. പക്ഷേ ഇനി അടുത്ത വർഷം മുതൽ എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് മാറ്റിയതിന് ശേഷം സ്പോക്കൺ ഹിന്ദി തുടങ്ങണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 10 ദിവസമായി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഒരു കോഴ്സിന് പോയി. ആകെ 4-3-7 ഹിന്ദി വാക്കുകൾ മാത്രമേ എനിക്കറിയാവൂ. അവിടെ വന്നത് മുഴുവൻ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് 3 പേരെയുള്ള, തമിഴ്നാട്ടിൽ നിന്ന് ആരുമില്ല, ആന്ധ്രയിൽ നിന്ന് 5 പേരും. ഈ 8 പേര് മാത്രം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ബാക്കി ആരും തന്നെ നമ്മൾക്ക് അങ്ങോട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാനുള്ള ഒരു സംവിധാനമില്ല. ആയതിനാൽ അടുത്ത അധ്യയന വർഷം മുതൽ സ്ഥിരമായി ഇവിടെ ഒരു സ്പോക്കൺ ഹിന്ദി ക്ലാസ് കൂടി തുടങ്ങണം. നമ്മുടെ മക്കൾ, ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഹിന്ദിക്കാരോട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് തിരിച്ചു ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ മാതൃഭാഷയായ ഹിന്ദി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? സത്യമാണ്, അവർ പറയുന്നത് മനസ്സിലാകും. പക്ഷെ തിരിച്ച് നമുക്ക് അവർക്ക് മറുപടി കൊടുക്കുവാനുള്ള ഭാഷാ നൈപുണ്യം നമ്മൾക്കില്ലാത്തത് കൊണ്ട് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രം ഒതുങ്ങിക്കൂടുന്നു. ആ ഒതുക്കൽ മാറുക, എല്ലാവരെയും ഹിന്ദി എന്ന് പറയുന്ന നമ്മുടെ മാതൃഭാഷയിലേക്ക് കൊണ്ടുവരിക. ഇന്ന് ഗൾഫിൽ പോയാൽ പോലും ഹിന്ദിയാണ്. ഞാനത് കൂടുതൽ റിസർച്ച് ചെയ്ത് ഈ 10 ദിവസം കൊണ്ട് ഞാൻ കുറെ റിസർച്ച് ചെയ്തതാണ്. ഉറുദു, അറബിക്ക്, ഹിന്ദി, ഇതിലെല്ലാം വാക്കുകൾ തന്നെ സമാന സ്വഭാവമുള്ള വാക്കുകളാണ്.
ആയതിൽ നിന്ന് നിങ്ങൾ ഹിന്ദിയിലേക്ക് കൂടി മാറണമെന്ന് നമ്മുടെ ജയകുമാർ സാറൊക്കെ ഹിന്ദി പഠിപ്പിച്ചാൽ 10ാം ക്ലാസ് വരെ ഹിന്ദി അല്ല, നമ്മളെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ മാത്രം ഹിന്ദി പഠിക്കുന്നു. +2 മുതലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയി മാറ്റുന്നു. അത് സെക്കൻഡ് ലാംഗ്വേജ് അല്ല, അത് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ആക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് നമ്മുടെ ഭവൻസിലെ കുട്ടികളെല്ലാം തന്നെ അടുത്ത വർഷം മുതൽ സ്വയം ഹിന്ദിയും കൂടി സംസാരിച്ച് തുടങ്ങത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് നിങ്ങൾ നടപ്പിലാക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഈ വിസ്മയ ഫെസ്റ്റിവലിൽ നിറം കടത്തുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. പക്ഷെ ആ പ്രവർത്തനങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഭാഗം വരുമ്പോൾ ആരും അത് കൈകാര്യം ചെയ്യുകയുമില്ല. കാരണം നമ്മൾക്കുണ്ടാകുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും വീട്ടിൽ രക്ഷകർത്താക്കൾ ശിക്ഷിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ അത് വളർന്ന് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലാകുന്ന പ്രവൃത്തികളാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും മോശമായ അഭിപ്രായം ഉണ്ടാകുന്നത്. അതിനാൽ നമ്മൾ പഠിക്കുക, പഠിച്ച് വളരുക, പഠിച്ച് വളർന്ന് നാളെ നിങ്ങൾ ഇവിടുത്തെ അധ്യാപകരാവുക, ഇവിടെ നിന്ന് സർക്കാർ സർവീസിലേക്ക് കയറുക. അത്തരത്തിലുള്ള സർക്കാർ സർവീസിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ ഡിഗ്രി എഞ്ചിനീയറിങ്ങോ മെഡിക്കൽ ഫീൽഡിലും ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വളരെ അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ചെറിയ കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾ കേസുകളായി മാറിയാൽ നിങ്ങൾക്ക് PCC എന്ന് പറഞ്ഞ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ലഭിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ചയിലേക്ക് വളരെയധികം തടസ്സം സൃഷ്ടിക്കും. ആ തടസ്സം സൃഷ്ടിക്കാതെ ഇരിക്കുവാൻ നല്ലൊരു സമൂഹമായി, നാടിന്റെ നന്മയായി, വീടിന്റെ മേന്മയായി എല്ലാ മക്കളും വളരുന്ന നല്ല ഭാവിയുള്ള തലമുറകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വിസ്മയ 2025 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബാലസാറ് നേരത്തെ പറഞ്ഞതുപോലെ സ്പോക്കൺ ഹിന്ദി എന്ന് പറയുന്ന ഒരു കാര്യം ബാലസാറ് ഇവിടെ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും പാർട്ടിൽ നടത്താതിരുന്നിട്ടില്ല. ഇന്ദ്രജിത്ത് പറഞ്ഞതുപോലെ ഇവിടെ ഫെസ്റ്റിന്റെ തീയതി എടുക്കുന്നത് തന്നെ ആദ്യം ബാലസാറിന്റെ ഡേറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അതുപോലെ തന്നെ ബാലൻ സാറ് മുന്നോട്ട് വച്ച ഈ നിർദ്ദേശം ഉറപ്പായിട്ടും അടുത്ത വർഷം ഞങ്ങൾ പാലിച്ചിരിക്കും എന്ന് ഉറപ്പു നൽകുന്നു.